നമുക്ക് ചിന്തിച്ചു നോക്കാം. ദശരഥന് രാമനെ ശരിക്കും മറ്റൊരു രീതിയിൽ ചെയ്യായിരുന്നു അല്ലേ? ഭരതൻ്റെ സ്വഭാവം നമുക്കറിയാം, ശത്രുഘ്നൻ്റെ സ്വഭാവം നമുക്കറിയാം. രാമനെ രാജാവാക്കണേൽ ഒരാരും എതിർക്കാൻ പോണില്ല അല്ലേ? ശരിയല്ലേ? അവിടെ ഒരു ഡിസ്കഷൻ വെച്ചു ഇവരൊക്കെ ഇരിക്കുന്ന സമയത്ത്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ 3 പേരുടെയും മക്കൾക്ക് രാജ്യം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ന്യായമാണ് താനും. പക്ഷേ മൂപ്പെന്നൊന്നും പറയാൻ പോയൊരു ദൂസൻ്റെ അല്ലേ മൂപ്പുള്ളൂ. രാമനും തമ്മിൽ അവരുടെ വയസ്സിൻ്റെ ഒന്നും മൂപ്പില്ലല്ലോ. എങ്കിലും എല്ലാവർക്കും കണ്ണിലുണ്ണിയാണ്, സൽഗുണസമ്പന്നനാണ് രാമൻ. അതുകൊണ്ട് രാമനെ രാജാക്കി എന്താ അഭിപ്രായം? എല്ലാവരും ഐകകണ്ഠ്യേന പാസ്സാക്കി ഉണ്ടാവും അല്ലേ? പ്രതിപക്ഷം ഉണ്ടാവില്ലായിരുന്നു അവിടെ. പട്ടാഭിഷേകം നടക്കും. പക്ഷെ അങ്ങനെ ചെയ്തില്ല. രാജാവൻ ഇവിടെ പറഞ്ഞയച്ചിട്ട് അവർ വരണേന്ന് തിരക്ക് കൂട്ടി രാമപട്ടാഭിഷേകം നടക്കണം. പട്ടാഭിഷേകം നടന്നതിന് ശേഷം പിന്നെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്താഗതി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും ഇവരറിയിച്ചു. കൈകേയിയെ മാത്രം നിങ്ങളാരും ഇവരറിയിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞോളാം. അപ്പം കൈകേയി ഭയമുണ്ട് ഉള്ളിൽ. കൈകേയി ഇങ്ങനെ ആവശ്യപ്പെടുമെന്ന് ഭയമുണ്ട് അദ്ദേഹത്തിന്. എന്നാൽ സുമിത്രോടും കൗസല്യോടും ഏതോ ഒരു കേട്ട് നിന്നൊരു ദൂതനാ പോയി പറഞ്ഞത് അല്ലേ? അവിടെ ഞാൻ എഴുത്തച്ഛൻ്റെ രാമായണമാണ് എനിക്ക് പരിചയം, അതുകൊണ്ട് പറയുന്നു. ഞാൻ വാൽമീകി രാമായണം എനിക്ക് സംസ്കൃതത്തെ അറിയില്ല, അതുകൊണ്ട് സംസ്കൃത ഗ്രന്ഥം സ്വന്തം വായിച്ച് വ്യാഖ്യാനിക്ക് അറിയില്ല വ്യാഖ്യാനങ്ങൾ. അപ്പോൾ എഴുത്തച്ഛൻ്റെയാണ് നമുക്ക് പരിചയം, നമുക്കും സാധാരണ പരിചയം ഉണ്ടാവുക. അപ്പോൾ വാൽമീകി രാമായണത്തിൽ പണ്ഡിതന്മാരൊക്കെ ഇവിടെ ഉണ്ട്, ആചാര്യന്മാർ, അവർ അതിലങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം. ഞാൻ എഴുത്തച്ഛൻ്റെ രാമായണം പറഞ്ഞു, മുൻകൂർ ജാമ്യം എടുക്കുക. അപ്പോൾ അതിൽ ചില ശ്ലോകങ്ങൾ വച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതിൽ കുറച്ചൊരു മനഃശാസ്ത്രമൊക്കെ മനസ്സിലാക്കാൻ അവിടെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ നമ്മൾ നോക്കുക. അത് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ പട്ടാഭിഷേക വർത്തമാനം മഹാരാജാവിൽ അവിടെ സദസ്സിൽ കേട്ടതൊരു ദൂതം വന്ന് പറഞ്ഞു അല്ലേ? ഉടനെ അവന് സമ്മാനമൊക്കെ കൊടുത്തു കൗസല്യ. പക്ഷേ കൗസല്യയ്ക്ക് ആ വാർത്ത കേട്ട സമയത്ത് ഒരു ഭാഗത്ത് സന്തോഷമുണ്ട്, അതേ സമയത്തോ ടെൻഷൻ അടിക്കുക. ആ കൗസല്യയുടെ ടെൻഷൻ കൗസല്യ പറയണെന്താ? ദുർഗേ ഭഗവതി ദുർഗതി നാശിനി ദുർഘടം തീർത്തി തുണക്കേണം അംബികേ. എന്ത്? മഹാരാജാവ് പട്ടാഭിഷേകം നിശ്ചയിച്ചു, പക്ഷേ നടന്നു കണ്ടാലേ നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ആ ശങ്ക അവിടെയുണ്ട്. എന്താ അതിന് കാരണം പറയണത്? സത്യസന്ധൻ നൃപൻ രാജാ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെങ്കിലും കാമുകനല്ലോ നൃപതി ദശരഥൻ കാമുകി കൈകേയി ചിത്തമെന്തീശ്വര. കാമിനി കൈകേയി ചിത്തമെന്തീശ്വര. ഇവിടെയാണ് അതിൻ്റെ കിടപ്പ്, രഹസ്യം. ഗുഡൻസ് എന്ന് പറയില്ലേ കിടക്കണത്? എന്താ അത് പറയുകയാണ്? മഹാരാജാവും കൈകേയും തമ്മിലുള്ള ആ ഏജിൻ്റെ വ്യത്യാസം എത്രയാണ്? നമുക്ക് ഇന്നത്തെ പറയുകയാണെങ്കിൽ 20:80 അല്ലേ? 80 വയസ്സായി നിൽക്കുക. കുട്ടിക്ക് ഒരു 20 വയസ്സായിട്ടുള്ളൂ അല്ലേ? ഇവളാണെങ്കിൽ അത്യന്തം സുന്ദരിയാണ് കൈകേയി. മഹാരാജാവ് വയസ്സനുമാണ് അല്ലേ? പക്ഷേ അദ്ദേഹം വയസ്സനായിട്ടും ഇന്നും അദ്ദേഹത്തിന് കാമുകിയാണ് കൈകേയി. കൈകേയിക്ക് അദ്ദേഹത്തിൻ്റെ വയസ്സ് ബാധകമല്ല, അദ്ദേഹം കാമുകനുമാണ്, ഇവൾ കാമുകിയുമാണ്. ഇതിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കുടുംബഭേദം നന്നാവാൻ ഒരു വിവാഹത്തിന് മുമ്പ് നമ്മുടെ പിള്ളേരൊക്കെ നമ്മളൊക്കെ ചിലപ്പോൾ ഐ ലവ് യു എന്ന് പറഞ്ഞ് പലരെയും പ്രേമിച്ചോ കാമുകനായോ കാമുകിയോ ഒക്കെ നടന്നുണ്ടാവാം. അതൊന്നും പ്രോബ്ലം ഇല്ല, അതൊക്കെ പ്രായത്തിൻ്റെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും വേണം. പക്ഷെ വിവാഹത്തിന് ശേഷം ഉണ്ടാവില്ല എന്നല്ല, വിവാഹാനന്തരം എത്ര ഭർത്താക്കന്മാർ തൻ്റെ ഭാര്യയുടെ കാമുകനാണ്, എത്ര ഭാര്യമാർ തൻ്റെ ഭർത്താവിൻ്റെ കാമുകിയാണ്. ഇത് നിങ്ങൾ ആത്മചിന്തനം ചെയ്യണം. ഇതിലാണ് ആ കുടുംബജീവിതത്തിൻ്റെ രഹസ്യം ഇരിക്കുന്നത്. വിജയം. 1 soul in 2 body എന്ന് പറയും. മനസ്സിലായോ? ശരീരം രണ്ടെങ്കിലും ഹൃദയം ഒന്നാവണം. പലപ്പോഴും അങ്ങനെയല്ല, മക്കളും പേരമക്കളും ഉണ്ടായി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ മനസ്സുകൊണ്ട് 2 രൂപത്തിലാണ് ആ കുടുംബത്തിലാണ് താമസിക്കണമെങ്കിൽ കഴിയണത്. എന്താ അങ്ങനെ പറഞ്ഞത്? ഈ സ്നേഹബന്ധത്തിൽ ഏറ്റവും തീവ്രമായ ഇൻറ്റൻസ് ഫീലിംഗ് എന്തിലറിയോ? ആ സ്നേഹം ഇതിലറിയോ? കാമുക ബന്ധത്തിലാണ്. ഒരു കുട്ടി രണ്ട് കുട്ടികൾ ഇഷ്ടമായി പ്രേമായി, നിങ്ങൾ അവർ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു അച്ഛനും അമ്മയൊക്കെ പിരിക്കാൻ നോക്കൂ, 2 കൂട്ടരുടെയും. അവർ 2 പേരും കൂടി തൂങ്ങിച്ചാവാൻ പോകും, അല്ലെങ്കിൽ ട്രെയിൻ ചിലവയ്ക്കാൻ പോകും. എന്നാൽ പോലും സമ്മതിക്കില്ല അല്ലേ? അത്ര ദൃഢമാണ്, തീവ്രമാണ് അവിടുത്തെ നോക്കൂ. കാമുകന് കാമുകിയിൽ നിന്ന് ഒന്നും വേണ്ട, കാമുകിയുടെ സന്തോഷമാണ് കാമുകൻ്റെ സന്തോഷം. കാമുകിക്കോ തൻ്റെ കാമുകൻ്റെ സന്തോഷമാണ് തൻ്റെ സന്തോഷം അല്ലേ? അവിടെ പ്രതീക്ഷകളില്ല, എക്സ്പെക്റ്റേഷൻസ് ഇല്ല. മനസ്സിലായോ?
തൻ്റെ കാമുകിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇവൻ എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാ അല്ലേ? മറിച്ചും എന്തേ കല്യാണാനന്തരം അങ്ങനെ വരാത്തത്? തൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ എന്താ? ഭർത്താവിൻ്റെ സന്തോഷത്തിൽ ഭാര്യ സന്തോഷം കാണാത്തെന്താ? ഭാര്യയുടെ സന്തോഷത്തിൽ ഭർത്താവ് സന്തോഷം കാണാത്തെന്താ? കഴുത്തിൽ മിന്നു കെട്ടിയ മുതൽ പിന്നെ കൂടി ജീവിക്കുമ്പോഴാണ് സ്വാർത്ഥത വരുന്നത്. ഈവൻ ലവ് മാരേജ് ചെയ്തവർ പോലും സക്സസ് ആവണം ചെയ്യാം അല്ലേ? വെദർ ഇറ്റ് ഈസ് ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ്, അതൊരു സക്സസ്ഫുൾ മാരേജ് ആവണം വേണ്ടേ? വിജയപ്രദമാവണതിൻ്റെ രഹസ്യം എന്താ? ഈ ഹൃദയ ഐക്യമാണ്. മനസ്സിലായോ? അപ്പോൾ അവിടെ എന്തു വരണു? പ്രതീക്ഷയുള്ളിടത്ത് ആ വ്യക്തിയെ പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാൻ അംഗീകരിക്കാൻ പറ്റില്ല. വേർ ദർ ഈസ് എക്സ്പെക്റ്റേഷൻസ് ദർ ഈസ് നോ ആക്സെപ്റ്റൻസ് എന്നാണ് മനഃശാസ്ത്രം. മനസ്സിലായോ? പ്രതീക്ഷ വെച്ചുകൊണ്ട് നമ്മൾ സ്നേഹിക്കണമെങ്കിലോ ഇരു കൂട്ടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ആ പ്രതീക്ഷ പൂർത്തീകരിക്കുന്നിടത്തോളം കാലമേ ആ സ്നേഹബന്ധം നിലനിൽക്കുള്ളൂ. ഇത് ഭാര്യ ഭർത്താവ് ബന്ധം മാത്രമല്ല, പാരൻസും മക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? ഭാഗം വയ്ക്കുമ്പോൾ അറിയാലേ, നമുക്കറിയില്ലേ സ്നേഹത്തിലുണ്ടെന്ന്. ഏട്ടാനുജന്മാർ തമ്മിലുള്ള ബന്ധം എങ്ങനെ തന്നെയാ അല്ലേ? അതൊരു അടയും ചക്കരയായിരുന്നത് പണത്തിൻ്റെ കാര്യം വരുമ്പോൾ അറിയാമല്ലേ? ശരിയല്ലേ? ഇതൊക്കെ രാമായണം വായിച്ചിട്ട്, ഈ രാമായണം ഇത്ര കാലമായിട്ട് ഇവിടെ ഉണ്ടായിട്ട് നമ്മളിത് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഈ പ്രഭാഷണങ്ങളും ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പ്രവർത്തനം വരണ്ടേ? ആലോചിച്ച് നോക്കൂ. അതാണ് നമ്മുടെ ചിന്താ വിഷയം. മനസ്സിലായോ? ഒന്ന് ഓപ്പണായി ചിന്തിക്കാം നമ്മൾ.